പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാചനങ്ങളെ ഒരിക്കൽ കൂടെ ഇറ്റേണൽ ഗോസ്പലിലേക്ക്, സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സമാധാനവും സന്തോഷവും ദൈവത്തിൻ്റെ വലിയ കൃപയിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കൃപയിലും സമാധാനത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും നിരന്തരം നമ്മൾ വളരട്ടെ. ആ സാന്നിധ്യം നിങ്ങളെല്ലാവരെയും ഈ കാലഘട്ടങ്ങളിൽ പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കിന്ന് പൗലോസ് ശ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ ഒരു വചനത്തിൽ നമുക്ക് ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നു. 1-ാമത്തെ അധ്യായം 4 മുതലുള്ള വചനങ്ങൾ. നിങ്ങൾ ഈ വചനത്താൽ തന്നെ നിങ്ങളെ അഭിസംബോധന ചെയ്യാനും ഈ വചനപ്രകാരം ദൈവത്തിന് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയാ പറയാം: യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് കൈവന്ന ദൈവകൃപയ്ക്ക് ഞാൻ നിങ്ങളെ പ്രതി ദൈവത്തിന് സദാ നന്ദി പറയാം. യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലുതാണ് ദൈവത്തിൻ്റെ കൃപ, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം. ഓക്കെ, നമ്മളെയൊക്കെ ദൈവങ്ങളാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനായി തീർന്നത്. ഇത് വളരെ കൃത്യതയാണ്. അല്ലാതെ നമ്മളെല്ലാവരും ഇവിടെ വലിയ കോടീശ്വരന്മാരും വലിയ വലിയ സയൻറ്റിസ്റ്റുകളും അല്ലെങ്കിൽ വലിയ വലിയ ബുദ്ധിരാക്ഷസന്മാരാകാനും ഈ ലോകത്ത് കുറേ കേമന്മാരാകാൻ വേണ്ടിയിട്ടല്ല. എന്ന് വെച്ച് സയൻറ്റിസ്റ്റുകൾ ദൈവമക്കളാകുന്നില്ല എന്നല്ല, ആകുന്നില്ല. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാം വളരെ കൃത്യതയാണ്. ഇതാണ് ഈ കൃപ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. ദൈവിക ജീവനുള്ള ഭാഗഭാഗിത്വമാണ് ഈ കൃപ. അപ്പോൾ ഇതാണ് യേശു ക്രിസ്തുവിൽ നമുക്ക് നൽകും. ഇത് രാമനിലില്ല, അള്ളാഹുവിലില്ല, കൃഷ്ണനിലില്ല, ഭഗവാൻ ഒന്നിലില്ല. ദാറ്റ് യു വിൽ റിസീവ് ഓൺലി ഇൻ ജീസസ് ക്രൈസ്റ്റ്. വളരെ ക്ലിയറാണ്. അപ്പം അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് കൈവന്ന ദൈവകൃപയ്ക്ക് ഞാൻ നിങ്ങളെ പ്രതി ദൈവത്തിന് സദാ നന്ദി പറയുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എല്ലാ വിധത്തിലും, പ്രത്യേകിച്ച് വചനത്തിലും വിജ്ഞാനത്തിലും നിങ്ങളെ സമ്പന്നരാക്കി. യേശു നമ്മളെ സമ്പന്നരാക്കുന്നത് വചനത്താൽ, ജ്ഞാനത്താൽ, ദൈവകൃപയിൽ, ദൈവകാരുണ്യത്തിലാണ് നമ്മൾ സമ്പന്നരായി. ഇതാണ് ദൈവത്തിൻ്റെ സമ്പന്നത എന്ന് പറയുന്നത്. ഓക്കെ, ലോകത്തിൻ്റെ സമ്പത്ത് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ഉച്ഛിഷ്ടമാണ്. അതെല്ലാ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഉച്ഛിഷ്ടമാണ്. മാത്രമല്ല അത് ഭോഷത്തരം കൂടിയാണ്. ദാറ്റ് ഈസ് യൂസ്ലെസ്. അതിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് മക്കളെ വളരെ വളരെ ക്ലിയർ ആക്കുക. ഓരോ പ്രാവശ്യം വചനം കേൾക്കുമ്പോഴും നിന്റെ ഹൃദയത്തിൽ, നിന്റെ ജീവിതത്തിൽ ഇതിനെല്ലാം സ്ഥാനം കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റെപ്പ് പുറകോട്ട് വലിയാൻ വേണ്ടിയിട്ട് അത് പറയും. അല്ലൊക്കെ ഇതിൻ്റെ പുറകെയുള്ള ഓട്ടമാണ് നമ്മുടെ മക്കളൊക്കെ. ഓടി ഓടി നമ്മളിങ്ങനെ ഒരു 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ വാതിക്കൽ നിൽക്കുകയാണ്. ഏതെങ്കിലും ഒരു പ്രാന്തൻ എന്തെങ്കിലും ചെയ്താൽ മതി, സാധനം പൊട്ടും, വെടിപൊട്ടും. അപ്പം അതുകൊണ്ട് പ്രാർത്ഥിക്കുക. എങ്കിലും ഇതൊക്കെ സമയത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് അസ്വസ്ഥരാകുന്നില്ല. അപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, നിന്റെ ഹൃദയം എവിടെയാണ്, നിന്റെ നിക്ഷേപം എവിടെയാണോ അവിടെയാണ് നിന്റെ ഹൃദയം. നിന്റെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം. ഓക്കെ, ഇതെല്ലാം നമ്മളെ കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലേക്ക് ഉയർത്തണം. ഇവിടെയുള്ള നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ പിൻവലിയുക ഇതൊക്കെ സെക്കൻഡറി ആക്കി മാറ്റാനുള്ളൊരു അവസരം കൂടിയാണ് ഇതൊക്കെ. അപ്പം അതുകൊണ്ട് നമ്മളെ എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എല്ലാ വിധത്തിലും, പ്രത്യേകിച്ച് വചനത്തിലും വിജ്ഞാനത്തിലും നിങ്ങളെ സമ്പന്നരാക്കി. ക്രിസ്തുവിനെ പറ്റിയുള്ള സാക്ഷ്യം നിങ്ങളെ ഉറപ്പിക്കപ്പെട്ടതിൻ്റെ ഫലമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വെളിപാട് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് യാതൊരു ആത്മീയ ദാനത്തിൻ്റെയും കുറവില്ല. നമ്മൾ ക്രിസ്തുവിൻ്റെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് ആത്മാവിൽ യാതൊരു കുറവില്ല. അതുകൊണ്ട് സ്വർഗം നമുക്ക് വലിയ വിരുന്ന് തരുന്ന സമയമാണ്. ഓക്കെ, ഇതൊക്കെ ആത്മാവിനുള്ള ഭക്ഷണങ്ങളാണ് കേട്ടോ. ആത്മാവിന് വേണ്ടി മാത്രമുള്ള ഭക്ഷണമാണ് ഈ പറയുന്നത്. സുവിശേഷം ആത്മാവിന് വേണ്ടി മാത്രമുള്ള, ശരീരത്തിനുള്ളതല്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഈ ആത്മീയ മനുഷ്യനാണ്. എന്നിട്ട് 8-ാമത്തെ വചനം പറയാം. 1 കൊരിന്തോസ് 1:8. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവിടെ നിങ്ങളെ പരിപാലിക്കും. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഓക്കെ, നമ്മുടെ വിളി യേശുവിലായിരിക്കുക, ദൈവത്തിലായിരിക്കുക, ദൈവസ്നേഹത്തിലായിരിക്കുക. നോട്ട് ഡൂയിങ് സംതിങ്, നോട്ട് അച്ചീവിങ് സംതിങ്, not your productivity, not your efficiency, not your achievements. വളരെ വ്യക്തത ഉണ്ടാണ്. ഓക്കെ, നമ്മുടെ വിളി ആയിരിക്കുക എന്നതാണ്, അല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതല്ല. നമ്മൾ ചെയ്യുമ്പോൾ പോലും ക്രിസ്തുവിലായി തീരുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്.
ഞാൻ എന്തെങ്കിലും നേടാൻ വേണ്ടി, എന്തെങ്കിലും സമ്പാദിക്കാൻ വേണ്ടി, എന്തെങ്കിലുമൊക്കെ ആർജിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ വിളി വളരെ ക്ലിയർ ആണ്. തൻ്റെ പുത്രൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അപ്പം അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ ഇതൊക്കെ നമ്മുടെ പെൺപിള്ളേരും മക്കളൊക്കെ ഇങ്ങനെ ഓടുകയാണ്, എന്തൊക്കെയോ നേടാൻ, എന്തൊക്കെയോ ചെയ്യണം. ഇല്ല, എല്ലാവർക്കും എന്തൊക്കെയോ ചെയ്യാന്നുള്ളതാണ്. അപ്പം ഇതാണ് സുവിശേഷം എന്ന് പറഞ്ഞു. ഈ സുവിശേഷത്തിലേക്ക് വരുമ്പം പൗലോസ് അടുത്ത വചനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എന്താണ് ഈ യേശുവിൽ വിശ്വസിക്കുക. ഇന്നെന്താ ലോകത്തിൽ ഇന്നത്തെ ഈ മോഡേൺ ഡേ മക്കൾ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ മക്കൾക്ക് ഈ യേശുവിനെ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ടെക്നോളജി ഡെവലപ്ഡ് ആകുന്നു, സയൻസ് ഡെവലപ്പ് ചെയ്യുന്നു, ഇങ്ങനെ എല്ലാം ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യേശു എന്ന് പറയുന്നത് ഈ ലോകത്തെ സംബന്ധിച്ച് ഭൂലോക മണ്ടത്തരങ്ങളുടെ ഒരു സാധനമാണ്. അപ്പം ഈ ലോകം, ഇതാണ് നമ്മുടെ വെല്ലുവിളി എന്ന് പറയുന്നത്. അത് മാർപ്പാപ്പ തൊട്ട് കപ്പിയാർ വരെ എല്ലാവർക്കും ഇത് വെല്ലുവിളിയാണ്. കാരണം നമ്മളിങ്ങനെ ഇന്നത്തെ തിയോളജിയൻസും ഒക്കെ ഇങ്ങനെ പഠിച്ച് പോകുമ്പോൾ നമ്മൾക്ക് ഇന്ന് എന്തൊക്കെയോ ലോകം എന്തോ സയൻസ് എന്തൊക്കെയോ കണ്ടെത്തി വരുമ്പോൾ നമുക്ക് പലപ്പോഴും വി കോംപ്രമൈസ് ഓൺ ജീസസ്. അപ്പോൾ നമ്മളിന്നൊക്കെ പഠിച്ച് വലുതായി വരുമ്പോഴും നമുക്കാർക്ക് ഈ ഭോഷന്മാരാകുക, കുരിശിലെ ഭോഷത്വം. 2000 വർഷം മുമ്പ് ദൈവം കുരിശിൽ മരിച്ചത് ലോകം കണ്ട ഏറ്റവും വലിയ ഭോഷത്തരമാണ്. അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഗ്രീക്കുകാർക്ക് പറ്റിയില്ല, യഹൂദന്മാർക്ക് പറ്റിയില്ല, ഇന്നും ലോകത്തിൽ ഒരു മതത്തിലുള്ളവർക്കും പറ്റുന്നില്ല. ക്രൂശിക്കപ്പെട്ട ദൈവം, നിസ്സഹനായ കിടക്കുന്ന ദൈവം. അതുകൊണ്ടാണ് പറഞ്ഞത് ആയിരിക്കുക. ഇതാണ് നമ്മുടെ വിളി, ചെയ്യുകയല്ല. ഈ ലോകം നമ്മളിന്ന് പ്രതീക്ഷിക്കുകയാണ്, കുരിശിൽ നിന്ന് ചാടി വാ മകനെ യേശുവേ, നീ ദൈവത്തിന്റെ പുത്രനെ ചാടി വാ, നീ പറക്ക്, നീ ഇവിടെ എല്ലാം അത്ഭുതങ്ങൾ കാണിക്കും. ഇല്ല, നിങ്ങൾക്കൊരടയാളമേ ഉള്ളൂ, യോഹന്നായുടെ അടയാളം. അതുകൊണ്ട് 3-ാം ദിവസം ഞാൻ ഉയർക്കും. ഓക്കെ, പക്ഷേ കുരിശിൽ കിടക്കുകൊണ്ടിരിക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ദൈവം എന്തെങ്കിലുമൊക്കെ അത്ഭുതം പ്രവർത്തിക്കും. അല്ലേ, ഇടതുവശത്തെ കള്ളൻ അത് തന്നെ പ്രതീക്ഷിച്ചു. ഇന്ന് അനേകം മക്കൾ ഇതുപോലെയാണ്. ലോകത്തിൽ വലിയ ദുരിതങ്ങൾ ഉണ്ടാക്കുക, രക്ഷിക്കുക. അങ്ങനെ രക്ഷിക്കുകയല്ല, ആയിരിക്കുക, ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുക. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ചില സഹനങ്ങളിലൂടെ, വേദനയിലൂടെ, കുരിശ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. കുരിശിലായിരിക്കുക, യേശുവിൻ്റെ കൂടെ ആയിരിക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. എന്നെ ശ്രവിക്കുന്ന പലവിധ രോഗങ്ങൾ, വേദനകൾ, കഷ്ടപ്പാടുകൾ കടന്നു വന്ന മക്കളെ, നീ മനസ്സിലാക്കുക, ഇത് ക്രിസ്തുവിനോട് ഐക്യപ്പെടാനുള്ള ഏറ്റവും മനോഹരമായ സമയമാണ്. നഷ്ടപ്പെടുത്തി കളയരുത്, ആയിരിക്കുക. ചില സഹനങ്ങൾ വേണം, പ്യൂരിഫിക്കേഷന് ടൈമാണത്. ലോകം പ്യൂരിഫൈഡ് ആകുന്ന സമയമാണ്, സഭ പ്യൂരിഫൈ ചെയ്യപ്പെടുന്ന സമയമാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വി ആർ ഇൻ എ ബ്യൂട്ടി പാർലർ. അവൻ പ്രത്യക്ഷപ്പെടുമ്പം അവനെ പോലെ ആകണം നമ്മൾ, അവൻ്റെ തേജസ്സിനോട് ചേർന്ന് നിൽക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് സ്വർഗം വലിയൊരു പണിപ്പുരയിലാണ്, ദൈവം നമ്പുരാൻ വലിയൊരു പണിപ്പുരയിലാണെന്നാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോള പറയുന്നത്. കാരണം തൻ്റെ പുത്രൻ്റെ തേജസ്സാർന്ന മഹത്വത്തിലേക്ക് നമ്മളെയൊക്കെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടി God and all the angels are in big എന്താ പറയാ, ബിസി വർക്കിലാണ്. അപ്പം അതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ ലോകത്തിന് പറ്റില്ല. കാരണം ലോകത്തെ സംബന്ധിച്ച് സഫറിങ്സ്, പെയിൻ, ലൂസിങ്, ഇതൊക്കെ ഫൂളിഷ്നെസ് ആണ്. ഈ ഫൂളിഷ്നെസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഓക്കെ, ഇതാണ് സനാതന സുവിശേഷത്തിന്റെ മർമ്മം എന്ന് പറഞ്ഞത്. ടു ബിക്കം എ ഫൂൾ ഇൻ ദിസ് വേൾഡ്, ലോകത്തിൽ വിഡ്ഢിയാവുക. അതുകൊണ്ട് പൗലോസ് നമ്മൾ പറയാം, 1 കൊരിന്ത്യർ 1:18, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്തരമാണ്. ഇന്നത്തെ ലോകത്തെ സംബന്ധിച്ച് എങ്ങോട്ടാ പോണത്? നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. അത് ഓരോ ദിവസവും നശിച്ചുകൊണ്ടായിരിക്കണം. വലിയൊരു നാശത്തിലേക്ക് നമ്മൾ വരാം. നമ്മൾ നേരത്തെ എൻ്റെ മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ വെള്ളക്കുതിരനെ അഴിച്ചു വിട്ടിട്ടുണ്ട്, വെള്ളക്കുതിര പുറത്തിറങ്ങിയിട്ടുണ്ട്. വെള്ളക്കുതിര 1/4 നശിപ്പിക്കാനുള്ള കുതിരയാണ്. അത് മിക്കവാറും ഇറാനിൽ ചെയ്യേണ്ടി വരും. ഇസ്രായേലിൽ തുടങ്ങുന്ന ആ സാധനം. അപ്പം അതുകൊണ്ട് നമുക്ക് നോക്കിയിരിക്കാം, നടന്നില്ലെങ്കിലും നല്ല കാര്യം. എന്നാലും നമ്മൾ ആശ്വസിക്കാനൊന്നുമില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി ജയശങ്കർ ഒരു വളരെ വലിയൊരു സ്റ്റേറ്റ്മെന്റ് വെച്ചു. നെക്സ്റ്റ് 5 years will be the most difficult years of mankind. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റാണ്. ആൻഡ് ഐ റിയലി സപ്പോർട്ട് ഹിം. വരുന്ന 5 വർഷങ്ങൾ ലോകത്തെ സംബന്ധിച്ച് വളരെ വളരെ ഞെരുക്കത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും വേദനയുടെയും വർഷങ്ങളാകാൻ സാധ്യതയുണ്ടെന്ന് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി പറയണം. ഓക്കെ, അദ്ദേഹം വൺ ഓഫ് ദി ഇൻ്റലിജൻറ്റ് മാൻ ആൻഡ് ഹീ സേസ്, വളരെ വേദനയോടെ പറഞ്ഞെന്നാണ് പറയും. അദ്ദേഹത്തിന് ആഗ്രഹമില്ല, പക്ഷേ സിറ്റുവേഷൻസ് അങ്ങനെയാണ്. കാരണം അതിലേക്ക് എത്തിക്കും. അതാണ് നമ്മൾ ഈ പറയുന്ന ഈ ആൻറ്റി ക്രൈസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴും ആൾക്കാർക്ക് മനസ്സിലായില്ല. ഈസ് ഇൻ കൺട്രോൾ, ഈസ് കൺട്രോളിങ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവൻ ഈ ജനസംഖ്യ കുറച്ചേ പറ്റൂ, ദൈവമക്കളുടെ എണ്ണം കുറച്ചേ പറ്റൂ, അല്ലാതെ അവർക്ക് ഇവന് ഭരണം നടത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് യുദ്ധങ്ങളൊക്കെ അനിവാര്യമാണ്, വലിയൊരു സംഖ്യ നടക്കാൻ അനിവാര്യമാണ്.
അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനമാണ്. അപ്പോൾ അവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്തരമാണ്. രക്ഷയിലൂടെ ചരിക്കുന്നത് നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയാണ്, അല്ലേ? സഹനങ്ങൾ, വേദനകൾ, കുരിശ്, അല്ലേ? മുറിവുകൾ, പീഡനങ്ങൾ, അപമാനങ്ങൾ, നിന്ദനങ്ങൾ, ഇതൊക്കെ എന്താണ്? ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ദിസ് ഈസ് ദ പവർ ഓഫ് ഗോഡ്, അല്ലേ? യേശു ക്രിസ്തു കാനായിൽ വെള്ളം വീഞ്ഞാക്കിയപ്പോൾ ദൈവം മഹത്വപ്പെട്ടു. 5,000 പേർക്കൂടെ ദൈവം മഹത്വപ്പെട്ടു. അതുപോലെ പല അത്ഭുതങ്ങൾ ദൈവം മഹത്വപ്പെട്ടു. പക്ഷേ ദൈവം ഏറ്റവും കൂടുതൽ മഹത്വപ്പെട്ടത് അവിടെയൊന്നുമല്ല. ദൈവം ഏറ്റവും കൂടുതൽ മഹത്വപ്പെട്ടത് കാൽവരി മലയിൽ 3 ആണിമേൽ സർവാധിപനായ ദൈവം സ്വയം ബന്ധനസ്ഥനാക്കി പീഡ സഹിച്ച് കിടക്കുന്ന ആ മണിക്കൂറുകളിലാണ് ദൈവം ഏറ്റവും മഹത്വപ്പെട്ടത്. അതുകൊണ്ട് ഈ മഹത്വത്തെക്കുറിച്ചാണ്, ഈ മഹത്വത്തിൽ പങ്കുചേരാനാണ് നമ്മൾ ഒരുങ്ങുന്നത്. ഓക്കെ, അതുകൊണ്ട് ഈ ലോകത്ത് സംഭവിക്കുന്ന ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, വേദനകൾക്കൊക്കെ നമുക്ക് വലിയ അർത്ഥമുണ്ട്. അതുകൊണ്ട് അത്ഭുതങ്ങൾ, അടയാളം, ജീവിതത്തിൽ കുറെ സന്തോഷങ്ങൾ, സൗഭാഗ്യം കിട്ടുമ്പോൾ മാത്രമല്ല ദൈവം മഹത്വപ്പെടുന്നത് എന്ന് കുരിശിൽ യേശു ക്രിസ്തു നമുക്ക് പഠിപ്പിച്ചു തരാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ, നിന്റെ ജീവിതത്തിലെ സഹനങ്ങൾക്ക്, വേദനകൾക്കൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്. നമുക്കതിനെക്കുറിച്ച് വരുന്ന ദിവസങ്ങളിൽ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാം. എങ്കിലും തിരിച്ചറിയുക, സ്വീകരിക്കുക, ദൈവകരങ്ങൾ സ്വീകരിക്കുക, വേദനകൾ, ദുഃഖങ്ങൾ. കാരണം അതിനെ വിശുദ്ധീകരിക്കാൻ കപ്പാസിറ്റി ഉള്ളത്, അത് ഈ ലോകത്തെ വീണ്ടെടുക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ്. ഓക്കെ, ഇറ്റ് ഹാസ് പവർ. അത് ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ അത് രക്ഷയോടെ ശരിക്കും നമുക്ക് ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തിയാണ് കുരിശ്. അതുകൊണ്ട് വേദന വരുമ്പോൾ, അപമാനം വരുമ്പോൾ, നിന്ദനങ്ങൾ വരുമ്പോൾ, പരിഹാസം വരുമ്പോൾ, നഷ്ടങ്ങൾ വരുമ്പോൾ വിഷമിക്കരുത്. ദൈവം അനുവദിച്ചതാണ്. യേശു കുരിശിൽ മരിക്കുന്നത് അത് ലോകത്തെ ഏറ്റവും വലിയ നാശത്തിൻ്റെ, അപമാനത്തിൻ്റെ അല്ലെങ്കിൽ ശാപത്തിൻ്റെ അടയാളമായിരുന്നു. ഇന്ന് കുരിശെന്ന് പറയുന്നത് ദൈവിക മഹത്വത്തിൻ്റെ, രക്ഷയുടെ അടയാളമായി മാറി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും വേദനകളൊക്കെ ലോകത്തെ സംബന്ധിച്ചതൊക്കെ വലിയ പൊട്ടത്തരങ്ങളും അപമാനങ്ങളും. പക്ഷെ നീ മനസ്സിലാക്കണം, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിനക്ക് അത് ഉയർപ്പിൻ്റെ, ദൈവിക മഹത്വത്തിൽ, ദൈവിക ജീവനിൽ യേശുവിനോട് ഒന്നായി തീരുവാനുള്ള വലിയ കൃപയുടെ സമയമാണ്. അതുകൊണ്ട് ഈ വേദന ഞെരുക്കമില്ലാതെ നമുക്ക് യേശുവിനൂടെ ആകാൻ പറ്റത്തില്ല, ദൈവത്തിൻ്റെ കൂടെ ആകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞ് ഇടുങ്ങിയ വാതിലൂടെ നടക്കാൻ പരിശ്രമിക്കുക, ഇല്ല? അങ്ങനെ നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റും. ഇടുങ്ങിയ വാതിലൂടെ നടക്കണം. ഈ സഹനങ്ങൾ, കുരിശുകൾ, വേദനകൾ ഒക്കെയാണ് ഇടുങ്ങിയ വാതിൽ എന്ന് പറയുന്നത്. മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന പരിഹാസങ്ങൾ, നിന്ദനങ്ങൾ, രോഗപീഠകൾ, ഇതിനെല്ലാം ഉണ്ട്. ഇതൊക്കെ ഇടുങ്ങിയ വാതിലിൻ്റെ ഭാഗമാണ്. ഞാൻ അതിലൂടെ കടന്നു പോട്ടെ. ഓക്കെ, ഭയപ്പെടണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല. യേശുവിനെ മുറുകെ പിടിച്ചോണം. ചെയ്ത് നമ്മളെ വിശുദ്ധീകരിക്കുന്ന വലിയ പ്രോസസ്സാണ്. ആയതിനാൽ മക്കളെ, ഈ കുരിശിൻ്റെ ഭോഷത്വം, അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. അതുപോലെ ഇറ്റ് ഈസ് പവർ. നമുക്ക് പവറാണത്. ഓക്കെ, ഇതുവഴിയാണ് ലോകത്തെ ദൈവം വീണ്ടെടുത്ത്. The most weakest form of God, Jesus on the cross of Calvary. കുരിശിലെ യേശുവാണ് ദൈവത്തിൻ്റെ ഏറ്റവും വീക്കസ്റ്റ് ഫോം എന്ന്. പക്ഷേ അതുവഴി ലോകത്തെ അവൻ വീണ്ടെടുത്തു. ഇത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ഇത് ലോകത്തിന് മനസ്സിലാവില്ല. ലോകത്തിന് ഇത് ഭോഷത്തരമാണ്. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുക. ബുദ്ധിയുള്ള, നിനക്കുറിച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, ദൈവൻ്റെ ബുദ്ധി എടുത്ത് കളയണമെന്ന് പ്രാർത്ഥിക്കുക. അല്ലാതെ നമുക്കിത് മനസ്സിലാവില്ല. അതുകൊണ്ട് വചനം വീണ്ടും പറയാണ്, 21-ാമത്തെ വചനം, 1 കൊരിന്തോസ് 1:21. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല. 2000 വർഷം മുമ്പ് ദ ലിവിങ് ഗാഡ്, ദൈവം ഭൂമിയിൽ അവതരിച്ച് മനുഷ്യന് മുമ്പിൽ നടന്നുപോയി. പക്ഷേ ഈ ലോകത്തിന് അവനെ മനസ്സിലാക്കാൻ പറ്റിയില്ല, തിരിച്ചറിഞ്ഞില്ല. കാരണം എന്താ? ലൗകിക വിജ്ഞാനം, ലോകത്തിൻ്റെ വിജ്ഞാനം. ഇന്നും ഈ പ്രോബ്ലം നമുക്കുണ്ട്. ഇന്ന് അനേകം സുവിശേഷ പ്രഘോഷം, എന്നെ ശ്രമിക്കുന്ന വിശ്വാസികൾ എന്ന് പറയുന്നത്, യു ഹാവ് ദിസ് പ്രോബ്ലം. ഓക്കെ, കാരണം ഇപ്പോഴും നിങ്ങൾ ബുദ്ധി വെച്ചിട്ടാണ് ദൈവത്തെ മനസ്സിലാക്കുന്നത്. നിങ്ങളെ ആ ഉണക്ക ബുദ്ധി വെച്ചിട്ട്, നമ്മൾ ഈ ചെറിയ അറിവ് വെച്ചിട്ട് നമ്മൾ ദൈവത്തെ പഠിക്കാൻ പോകരുത്. അതുകൊണ്ട് ഇന്ന് അനേകം യുവാക്കന്മാർ ശ്രമിക്കുന്ന മക്കൾക്കൊന്നും ഇത് ഇത് ഉൾക്കൊള്ളാൻ പറ്റും. ഞാൻ ഈ പറയുന്ന സുവിശേഷം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാവും. ബട്ട് ദിസ് ഈസ് ദ ട്രൂത്ത്. അപ്പം അതുകൊണ്ട് ഈ ലൗകിക വിജ്ഞാനം, അധികം വലിയ പഠിപ്പും കാര്യമൊക്കെ അധികം ഇല്ലാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് പഠിക്കേണ്ടെന്നല്ല, പഠിക്കുന്നതൊക്കെ എന്തിനാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, നീ ആത്മീയനാണ്, നീ അനശ്വരതയ്ക്ക് വേണ്ടി നീ സൃഷ്ടിക്കപ്പെട്ടാണ്, നീ വേറെ ലോകത്തിന് സൃഷ്ടിക്കപ്പെട്ടാണ്. ആ സൃഷ്ടിക്കപ്പെട്ടത് ഈ ലോകത്തിൽ കയറി നിറങ്ങി നടക്കേണ്ട കാര്യമല്ല. ഈ ലോകത്തിന് കുറേ കാര്യങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അത്യാവശ്യം നേരത്തെ പറഞ്ഞ 8% of your intelligence is enough for these worldly things. ഓക്കെ, ചന്ദ്രൻ ഭൂമിയായിട്ട് കണ്ടുമുട്ടുന്നുണ്ടോ? ചന്ദ്രൻ അങ്ങോട്ട് തിരിയുന്നുണ്ടോ? സൂര്യൻ അങ്ങോട്ട് തിരിയുന്നു? സൂര്യൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്? സൂര്യൻ്റെ വ്യാപ്തി എത്രയാണ്? സൂര്യൻ്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ? ഇങ്ങനത്തെ കൊലക്കേട മൂടുന്നൊന്നും നീ പഠിക്കേണ്ട കാര്യമില്ല.
ഇതൊന്നുമല്ല നിന്നോട് ദൈവം പഠിക്കാൻ പറഞ്ഞത്. യു നീഡ് ടു ലുക്ക് അറ്റ് യുവർ സെൽഫ്, യു നീഡ് ടു ലുക്ക് അറ്റ് ജീസസ്. അവനെ പോലെ ആകണം. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം ഒരു മാർക്ക് മേടിക്കാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസമൊക്കെ മതി. ഇതിൻ്റെ പുറകെ ഒന്നും നടക്കരുത്. ഇന്നത്തെ നമ്മുടെ പിള്ളേരൊക്കെ എന്തിനൊക്കെ പുറകെയാണ് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി തിരിച്ചു വരിക. ഓക്കെ, തിരിച്ചു വരിക, വചനത്തിലേക്ക് വരിക, വചനത്തിലേക്ക് വരണം, വചനം പഠിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ, ലോകം ലൗകിക വിജ്ഞാനത്തിൽ അവിടുത്തെ അറിഞ്ഞില്ല. തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷത്തിൻ്റെ ഭോഷത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് തിരുമനസ്സായി. സുവിശേഷം ഭോഷത്തരമാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? കൃത്യമായി പറഞ്ഞാൽ യേശുവിനെ വിശ്വസിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ ലോകത്തിൽ വിലയില്ലാത്തവനും ഭോഷനും സ്ഥിര ബുദ്ധിയില്ലാത്തവനും ആയിത്തീരുക എന്നാണ്. വിലകെട്ടവനായി നീ മാറും, ഭോഷനായി മാറും, ബുദ്ധിയില്ലാത്തവനായിട്ട് നിന്നെ ലോകം കാണിക്കും. കാരണം ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. വാട്ട് ഫൂളിഷ്നെസ് ദിസ് ഗായ് ഈസ് പ്രീച്ചിങ്. പെൺകുട്ടികൾ എല്ലാവരും അമ്മയാവുക. 24 വയസ്സാകുമ്പോൾ നീ കല്യാണം കഴിച്ച അമ്മയാകണം. ഈ ലോകത്തിലെ അമ്മമാര് പറയും, വിശ്വസിക്കുന്ന ദൈവത്തിൽ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന അമ്മമാർ, ധ്യാന ഗുരുക്കന്മാർ പ്രഘോഷിക്കണം. എല്ലാ പെൺകുട്ടികളും, ക്രിസ്ത്യൻ പെൺകുട്ടികളും, സഭ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയും? കാനൻ ലോഹപ്രകാരം എല്ലാ പെൺകുട്ടികളും 18-ാമത്തെ വയസ്സിൽ അമ്മയാണെന്നാണ് പറയുന്നത്, കല്യാണം കഴിക്കണമെന്നാണ്. പിന്നെ കാലത്തിൻ്റെ ഒരു ഇത്തിരി ഇമ്പ്രൂവ് വെച്ച് നമുക്കൊരു 4-5 വർഷം കൂടി പിടിക്കാം. ഓക്കെ, മാക്സിമം 24. കാരണം മാതൃത്വത്തിലൂടെയാണ് നിനക്ക് രക്ഷ വെച്ചിരിക്കുന്നത്, അല്ലാതെ പഴം പറിച്ച് നേടുന്നത് വഴിയല്ല. ഒരിക്കൽ കൂടി ഞാൻ പറയണം, ഇതൊരു ഭോഷത്തരമാണ്. ഇതാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഈ ലോകത്തിൽ വിലകെട്ടവനും ബുദ്ധിയില്ലാത്തവനും ഭോഷനുമായി തീരുക എന്നതാണ്. ഇതാണ് പൗലോസ്ലീഹ പറയുന്നതിൻ്റെ അർത്ഥം. ഇത് ഈ ലോകത്തിലെ മനുഷ്യർക്ക് ഇത് ഭോഷത്തരമാണ്, ഈ സുവിശേഷം. അപ്പോ ഗണിക്കപ്പെടും. വീണ്ടും അപഹാസ്യനും തെറ്റുകാരനുമായി പരിഗണിക്കപ്പെടും. ഇവനെന്താണ് ഈ പറയണത്? മിസ്റ്റർ എൽവിസ് കോട്ടൂരാൻ, what are you preaching? You are insulting the females, the women in this world, the girls in this world. Very sorry, my dear girls and my dear women. This is the gospel of God. This is the reason why God has created you as women or woman. നിന്റെ സൃഷ്ടിയുടെ ഉദ്ദേശം എന്താ? ദൈവിക ജീവന്റെ ഉറവിടമായി മാറേണ്ടവളാണ് നീ. യു ആർ ദ ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ഗോഡ് ഇൻ ദിസ് വേൾഡ്. അങ്ങനെ നിന്റെ ഉള്ളിൽ വരുന്ന വിത്ത് ബീജം അതിനെ വളർത്തണം, ക്രിസ്തുവിനോളം വളർത്തണം. ഈ ലോകത്തിൽ ക്രിസ്തുവിനെ പോലെ അനേക കുഞ്ഞുങ്ങളെ രൂപത്തിലുണ്ടാകണം. അങ്ങനെയാണ് ഈ ലോകം വിശുദ്ധീകരിക്കപ്പെടുക. ആൻഡ് യു ആർ നോട്ട് ക്രിയേറ്റഡ് ഫോർ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡോളേഴ്സ് ആൻഡ് പൗണ്ട്സ് ആൻഡ് യൂറോസ്. ഓക്കെ, യു ആർ ക്രിയേറ്റഡ് ഫോർ ഇറ്റേണിറ്റി. അതുകൊണ്ട് ഈ സുവിശേഷം നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ദിസ് ഈസ് ദ ഗോസ്പൽ. അതുകൊണ്ട് വിഡ്ഢികളായ പറ്റും. നിങ്ങളുടെ കൂട്ടുകാരികൾ, വീട്ടുകാരൊക്കെ നിങ്ങളെ ചിലപ്പം കളിയാക്കും. എന്താണ് പ്രസവപ്പണി അല്ലേ എന്നൊക്കെ പറയുന്നുണ്ടാവും. എന്നാൽ അതുപോലെ നടക്കുന്ന മക്കളുണ്ട്. അപ്രീഷിയേറ്റ് യു. യു വിൽ ബി ബ്ലെസ്ഡ് ലൈക്ക് മദർ മേരി. അവൾ ആ കുരിശിൻ്റെ വഴി കൂടി നടന്നവളാണ്. കുരിശിൻ്റെ ചൂട്ടിലെത്തുന്നവരെ അവളുടെ ജീവിതം മുഴുവൻ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും ജീവിതമാണ്. അവൾ ഇന്ന് ലോകത്തോട് പറയാ, ഐ ആം വൺ ഓഫ് ദി മോസ്റ്റ് ബ്ലെസ്ഡ് വിമൻ ഇൻ ദിസ് വേൾഡ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീകളിൽ ഒരുവൾ ഞാനാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ ഭോഷനാകുമ്പോൾ നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കുക, ലോകത്തെയോ മറ്റുള്ളവരെ നീ ഭയപ്പെടരുത്. ഇങ്ങനെ പറയുമ്പോൾ ലോകം നമ്മളിങ്ങനെ വിറപ്പിക്കും. ഇപ്പം എന്നോടൊക്കെ എന്നെയൊക്കെ ചിലപ്പോൾ ഞാനൊരു ക്യാമ്പസിലൊക്കെ ചെന്ന് കഴിയുമ്പം ഇതൊക്കെ പറഞ്ഞപ്പോൾ ആ ക്യാമ്പസ് 32,000 പിള്ളേരുണ്ട്, കാത്തലിക് സ്റ്റുഡൻസ്. അവർ ഒച്ചപ്പാടുണ്ടാക്കി, ചേട്ടൻ എന്താ പറയണത് ഇല്ലേ, പ്രസവിക്കണം, മാതൃത്വം എന്നൊക്കെ പറയും. ഇതൊക്കെ പറയുമ്പോൾ അവർ നമ്മളെങ്ങനെ കൂവലും പിടിക്കരുത്. നോ ഒന്നും കണ്ട് നമ്മൾ ഭയപ്പെടുന്നില്ല. കാരണം നമുക്കിവിടെ ഇതിനെക്കുറിച്ചൊന്നും ഒരു പ്രശ്നമില്ല. കാരണം ഈ ലോകത്തിലെ ഒരു വസ്തുവിനോട് ഒരു സംവിധാനത്തോട് നമുക്ക് ഒരു നിമിഷം പോലും യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ല. അതുകൊണ്ട് നമ്മളിവിടുത്തെ കാര്യത്തെയൊന്നും ഭയപ്പെടുന്നില്ല. ഈ സുവിശേഷം പറയുന്നത് നമുക്ക് യാതൊരു ഭയമില്ല. പക്ഷെ ഇത് ഭയപ്പെടുന്ന കുറേ സുവിശേഷ പ്രഘോഷകരുണ്ട്. അവരെ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ തന്നെ നിങ്ങളെ ചവിട്ടി പുറത്താക്കും. നിങ്ങളുടെ മക്കൾ തന്നെ നിങ്ങളെ ചവിട്ടി പുറത്താക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് പറയാം, ഭയപ്പെടരുത്. ഇങ്ങനത്തെ
കാര്യം പറയും. ഇങ്ങനെയൊക്കെ ഭോഷന്മാരും മണ്ടന്മാരും വിഡ്ഢികളും ആകാനായിട്ട് ഭയപ്പെടുക. കാരണം നിന്റെ യേശു ക്രിസ്തു ഭയപ്പെട്ടിട്ടില്ല. പീലാത്തോസ് പറയാം, നീ സത്യമൊക്കെ പറയാൻ, നീ പറയാൻ എന്തൊക്കെ പറയാൻ എനിക്ക് മനസ്സിലാവുന്നു, പക്ഷെ നീ ക്ലിയറായിട്ട് പറയാമെങ്കിൽ ഞാൻ നിന്നെ വിടാം. എൻ്റെ പൊന്നു മോനെ പീലാത്തോസേ, നീയല്ല ഈ ലോകത്ത് ആര് പറയും എന്നെ വിടാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ട് പീലാത്തോസൊക്കെ ചില ഓഫറൊക്കെ കൊടുത്തിട്ട് യേശു അതിനൊന്നും എഴുതി. യേശു അങ്ങനത്തെ ഭയമൊന്നുമില്ല. കാരണം സത്യത്തിന് സാക്ഷ്യം നൽകാൻ വന്നവൻ്റെ പേരാണ് യേശു. ഹി ഈസ് ദ ട്രൂത്ത്, ദി ആബ്സല്യൂട്ട് ട്രൂത്ത്. ഈ സത്യത്തിന് സാക്ഷ്യം നൽകലാണ് ഓരോ സുവിശേഷ പ്രഘോഷകന്റെ വിളി. അല്ല അതിൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാർക്ക് തവിടും പിണ്ണാക്കം കൊടുക്കലല്ല ഇന്നത്തെ സുവിശേഷ വേലയെന്ന് തിരിച്ചറിയാം. Preach the true word. Prepare them to love God and prepare them for eternity. That's all. അപ്പോൾ ബാക്കിയുള്ളതും കൊടുക്കണ്ടേ? ബാക്കിയുള്ള ദൈവം കൂട്ടിച്ചേർത്തോളും. ബാക്കിയുള്ള ദൈവം കൂട്ടിച്ചേർത്തോളും. ആകാശത്തിലെ പറവകൾ കൊടുക്കുന്നില്ലേ, വയലിലെ ലില്ലികൾ കൊടുക്കുന്നില്ലേ, ആ ദൈവം നിനക്ക് വേണ്ടത് കൂട്ടിച്ചേർത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിനക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് നീ തവിടും പിണ്ണാക്കിന് പുറകെ നടക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഭോഷന്മാരും വിഡ്ഢികളും അപഹാസ്യരാകുക എന്നുള്ളതാണ് സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു യേശുവിന് പുറകെ നടക്കുന്നതിൻ്റെ ജീവിതത്തിൽ ഈ ലോകം നിന്നെ അങ്ങനെ ആക്കും. അപ്പം അങ്ങനെ കളിയാക്കുക പറയുമ്പോൾ നീ പേടിക്കരുത്, നീ പേടിക്കേണ്ട കാര്യമില്ല, നീ ധൈര്യത്തോടെ നിൽക്കണം. അവർക്കുള്ളതാണ് ഈ സുവിശേഷം. രണ്ടാമതൊരു കാര്യം കൂടി മനസ്സിലാക്കുക. നമ്മൾ ഭോഷൻ നിന്നതിനാകുമ്പോൾ ഈ ലോകത്തിൽ ഇങ്ങനെ നിന്ദിതരും അപഹാസ്യരും ഭോഷന്മാരും ആകാൻ ആയിത്തീർന്നവരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ. ലോകത്തിൽ അനേകം ദൈവങ്ങളുണ്ട്. പക്ഷെ സത്യദൈവം ലോകത്തിൽ വന്നപ്പോൾ അവനൊരു പൊട്ടനായിട്ടാണ് അവനെ കാണുന്നത്. അവനൊരു ഭോഷനം, മണ്ടത്തരം ചെയ്തു കുരിശിൽ. തന്നെ രക്ഷിക്കാൻ പറ്റാതെ കുരിശിൽ കിടക്കുന്നതിന് എന്ത് ദൈവം എന്ന് ചെയ്യാം. പക്ഷേ he has proved it. അവനാണ് യഥാർത്ഥ ദൈവം. അവൻ ചെയ്തതാണ് ബുദ്ധിയെന്നും എന്നതാണ് ക്രിസ്ത്യാനിറ്റി ലോകം മുഴുവനും ക്രിസ്തു മതം, ക്രിസ്ത്യാനിറ്റിയിൽ ബന്ധപ്പെട്ട സംവിധാനം. ഇവിടെയാണ് അതിൻ്റെ പൂർണ്ണതയുള്ളത്, അതിൻ്റെ ബ്യൂട്ടി വരുന്നത് അവിടെയാണ്. അപ്പം അതുകൊണ്ട് ഒരു കാര്യം നീ മനസ്സിലാക്കുക. ഇങ്ങനെ ലോകത്തെ സംബന്ധിച്ച് ഭോഷനും ബുദ്ധിയില്ലാത്തനും അപഹാസ്യനും നിന്ദിതനും പരിഹാസ്യനുമാകുന്ന നീയാണ് യഥാർത്ഥ ബുദ്ധിമാൻ. നിനക്കാണ് യഥാർത്ഥ സമ്പത്തുണ്ട്. അതാണ് നമ്മുടെ സന്യാസ സമൂഹങ്ങൾ, നമ്മുടെ വിശുദ്ധന്മാരെ കാണിച്ചു തരുന്നവരാ. ഇവരൊക്കെ ഇങ്ങനെ ജീവിച്ചവരാ. ഇന്ന് ഇവരുടെ പേരിലാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സമ്പത്ത് സൗകര്യങ്ങളൊക്കെ ഉള്ളത്. ദാറ്റ് ഈസ് ദ വേ. ഓക്കെ, അതിനായിട്ട് ഒരുങ്ങുക മക്കളെ. സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയുന്നു, നമ്മൾ ഭോഷന്മാരാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധി എന്ന് പറയും. ഈ ബുദ്ധിയിലേക്ക് വളരണം. അപ്പൊ ലോകത്തിന്റെ വിജ്ഞാനം നമ്മളെ ദൈവത്തെ അറിയാതിരിക്കാൻ ഒരു കാരണമായിപ്പോയി. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ ഒന്ന് റീതിങ്ക് ചെയ്യുക. എന്തിനാണ് ഈ പിള്ളേരെല്ലാം പഠിപ്പിച്ചു വിടുന്നത്? എന്താണ് പഠിപ്പിച്ചു വിടുന്നത്? എന്നിട്ട് ഈ പിള്ളേരെല്ലാം ഇങ്ങനെ ദൈവത്തിൽ നകന്നു പോകുന്ന ഒരു സംവിധാനത്തിന്റെ പ്രസ്ഥാനമായി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ മാറണം. എൻ്റെ അർത്ഥം പഠിപ്പിക്കേണ്ടെന്നല്ല, പഠിപ്പിക്കേണ്ട പോലെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കണം. അല്ലാതെ വെറുതെ ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ വേണ്ടി പഠിപ്പിച്ചു വിടരുത്. അതുകൊണ്ടാണ് പണ്ട് കാലത്തൊക്കെ നമ്മുടെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഇവരുടെ ഒരു മോറൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു കാറ്റഗിസം ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ റീസ്റ്റാർട്ട് ദ ഗോസ്പൽ വായിക്കണം, പ്രഘോഷിക്കണം. ഏത് ഇൻസ്റ്റിറ്റ്യൂഷനും 3 ദിവസം ധ്യാനം കഴിഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുന്നുള്ളൂ. ഒക്കെ തീരുമാനം എടുക്കേണ്ട സമയം കഴിഞ്ഞു പോയി. ആൻഡ് ദാറ്റ് ഈസ് എ റീസൺ വൈ വി റൺ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ടു പ്രീച്ച് ദ ഗോസ്പൽ, ടു ഗിവ് ക്രൈസ്റ്റ് ടു ദിസ് ചിൽഡ്രൻ. അപ്പൊ ഇന്നത്തെ മക്കൾക്ക് യേശുവിനെ കൊടുക്കണം, സുവിശേഷം കൊടുക്കണം. ഇതിലാണ് അവർ വളരേണ്ടത്. ഇതിൻ്റെയൊക്കെ അഭാവമാണ്. കുറേ മന്ദബുദ്ധികൾ ഇന്ന് നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അല്ലേ? അതിൽ ഏറ്റവും വലിയ മന്ദബുദ്ധി കൂട്ടം നമ്മുടെ ക്രിസ്ത്യാനികളെ. എവിടെയെങ്കിലും ഒരെണ്ണം ഉണ്ടാ? ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ കപ്പാസിറ്റി ഉള്ള കുട്ടി ഉണ്ടാ? ഇല്ല. വെറുതെ വല്ലവൻ്റെയും പന്നികളെ മേയിച്ച് കിടക്കുന്ന അടിമ വേല ചെയ്യുന്ന ക്രിസ്ത്യാനി കുട്ടികൾ. ആൻഡ് ഓൾ ദീസ് ചിൽഡ്രൻ ആർ കമ്മിങ് ഔട്ട് ഓഫ് അവർ ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതാണ് അതിൻ്റെ ട്രാജഡി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനെ കൊടുക്കണം, വചനം കൊടുക്കണം. ഈ ദൈവിക ജ്ഞാനത്തിൽ അവരെ വളർത്തണം. കാരണം അവർ പഠിക്കുന്ന ലോകത്ത് പഠിക്കുന്ന നേടുക, സമ്പാദിക്കുക, എന്തെങ്കിലുമൊക്കെ ആർജിക്കുക അല്ലേ, ഇതൊക്കെയാണ് നമ്മുടെ മാർക്ക് മേടിക്കുക, ഇതൊക്കെയാണ് ലോകം അവരോട് പറയുന്നത്. അപ്പോൾ അതിനെ പുറകെയല്ല നമ്മൾ പോകേണ്ടത്. നമ്മളെ സംബന്ധിച്ച് പഠനം എന്നൊക്കെ പറയുന്നതും എന്ത് തൊഴിൽ ചെയ്യുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ ഭാഗഭാഗാകാനുള്ള വഴിയാണ്. വിശുദ്ധിയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അതൊരു ആരാധന വിഷയമല്ല, അത് ജീവിത ലക്ഷ്യമായി മാറണം. നീ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നിന്നെ വിശുദ്ധീകരിക്കുന്നതാണ്. കാരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ല. മാത്രമല്ല, നാം നിത്യതയ്ക്ക് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. വി ആർ നോട്ട് മെഷീൻസ്. നമ്മൾ യന്ത്രങ്ങളല്ല മക്കളെ.
നമ്മളെ കന്നുകാലികളല്ല മക്കളെ. രാവിലെ എഴുന്നേറ്റ് കുറെ പണിയെടുക്കാൻ വേണ്ടിയിട്ട്, കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ ആത്മീയരാണ്. വി ആർ ഓൾ സ്പിരിച്വൽ ബീയിങ്സ്. സോ ആയിരിക്കുക, എന്തെങ്കിലും ചെയ്തു തീർക്കുക എന്നുള്ളതല്ല നമ്മുടെ വിളി. വിദ്യാഭ്യാസം കുറെ മാർക്ക് മേടിക്കാനുള്ളതല്ല. വിദ്യാഭ്യാസം നിന്റെ ഫോർമേഷന്റെ ഒരു സ്റ്റേജാണ്. അത് പഠിക്കണം, മാർക്ക് മേടിക്കാൻ വൺ ഓഫ് ദി എലമെന്റ്. അതിന്റെ ഐഡന്റിറ്റി എംപവർ ചെയ്യാനുള്ളതാണ്. യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. നീ ദൈവത്തിന്റെ പുത്രനാണ്. നീ ഒരു ആത്മീയ മനുഷ്യനാണ്. നിന്റെ ആത്മീയ മനുഷ്യനെ എംപവർ ചെയ്യാനും നിന്റെ ദൈവത്വത്തെ വളർത്തുവാനും നീ ദൈവത്തിന്റെ മകന്റെ ആ ക്വാളിറ്റിയിൽ വളരാൻ വേണ്ടിയിട്ടുള്ളതിന്റെ പേരാണ് വിദ്യാഭ്യാസം. ഇതില്ലാതെ ലോകത്തിലെ കുറെ ചവറ് പഠിപ്പിക്കുന്ന സാധനത്തിന് പറയുന്ന പേരല്ല വിദ്യാഭ്യാസം. അപ്പോ എന്ന് പറയുന്നത് പോലെ എന്താ കാരണം? വി ആർ നോട്ട് ക്രിയേറ്റഡ് ഫോർ ദിസ് വേൾഡ്. വി ആർ നോട്ട് മെഷീൻസ്. വി ആർ നോട്ട് ആനിമൽസ്. വി ആർ സ്പിരിച്വൽ ബീയിങ്സ് ക്രിയേറ്റഡ് ഇൻ ദി ഇമേജ് ഓഫ് ഗാഡ്. അപ്പൊ ഈ ആത്മാവിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മളുടെ വിളി, നമ്മൾ സ്വർഗത്തിൽ വേറൊരു ലോകത്തിന് സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ വിളി ഈ ലോകത്തിൽ നേടുക, സമ്പാദിക്കുക എന്നുള്ളതല്ല. ആയിരിക്കുക, ക്രിസ്തുവിലായി ദൈവത്തിലായിരിക്കുക ആണ് നമ്മുടെ വിളി. അപ്പൊ അങ്ങനെ വരുമ്പോ കാര്യക്ഷമതയല്ല ജീവിത ലക്ഷ്യം, പ്രൊഡക്ടിവിറ്റി അല്ല, എഫിഷ്യൻസി അല്ല. നമ്മള് നിത്യതയിൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ എഫിഷ്യൻസി വെച്ചിട്ടോ പ്രൊഡക്ടിവിറ്റി അനുസരിച്ചല്ല നമ്മൾ വിധിക്കപ്പെടാൻ പോകുന്നത്, നമ്മുടെ ദൈവത്വം അനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് പ്രിയ മക്കളെ, ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം സമ്പാദിക്കുകയല്ല, നേടുകയല്ല, വിശുദ്ധിയാണ്. വിശുദ്ധിയാണ്. പരിശുദ്ധനാവുക. നിന്റെ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരാകും. അങ്ങനെ നമ്മുടെ ദൈവത്തിന്റെ ജീവൻ ഭാഗവാക്യത്വമാകുമ്പോഴാണ് you will have control and authority over this world. ആദത്തോട് പറഞ്ഞില്ലേ, ആദത്തും ദൈവത്തിന്റെ കൂടെ ആയിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധിയിൽ ഭാഗമാകായിരുന്ന ആ ഒറിജിനൽ ജസ്റ്റിസ് ആൻഡ് ഒറിജിനൽ ഹോളിനെസ് ആ അവസ്ഥയിലായിരിക്കുമ്പോഴാണ് ആദത്തിന് എല്ലാത്തിൻ്റെ മേൽ ആധിപത്യമുണ്ട്. നീ പേരിടുന്നത് അതിൻ്റെ പേരായിരിക്കും. കാരണം യു ഹാവ് ദി അതോറിറ്റി. ഇതാണ് യേശു ക്രിസ്തു നമുക്ക് കാണിച്ചത്. സകലത്തിൻ്റെ മേൽ ആധിപത്യമുള്ളവൻ, സ്വർഗത്തിൻ്റെ മേലും പാതാളത്തിൻ്റെ മേലും ഭൂമിയുടെ മേലും എല്ലാ അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കും. എന്തുകൊണ്ടാണ്? അവൻ ദൈവത്തിലായിരുന്നു, ദൈവത്തിൻ്റെ കൂടെയായിരുന്നു. യേശു ക്രിസ്തുവിന് അത്രയും ബുദ്ധിയുള്ള കഴിവുള്ള ആരെങ്കിലും ലോകത്തിൽ മനുഷ്യനുണ്ടോ? യേശു ക്രിസ്തു എന്തെങ്കിലും ഇവിടെയൊക്കെ പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസി കാണിക്കാൻ പോയതാണോ? അല്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈ സത്യത്തിലേക്ക് നമ്മൾ വരണം. ഇതാണ് സുവിശേഷം. അങ്ങനെ യേശുവിലായിരിക്കുമ്പോഴാണ് നീ ദൈവത്തിന്. ഇതിലേക്കുള്ള വഴി എന്താ? പരിത്യജിക്കുക, നഷ്ടപ്പെടുത്തുക, അപരനു വേണ്ടി ആയിത്തീരുക. ഇതാണ് നമ്മുടെ വിളി. ഓക്കെ, നമുക്ക് വേണ്ടി നേടല്ല. നമ്മൾ ജോലി എടുക്കുന്നത് എന്തിനാണ്? ടു ബിൽഡ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ഭൗതിക ശരീരത്തെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, അവൻ്റെ ഉന്നമനത്തിന് വേണ്ടി അധ്വാനിക്കുകയാണ്. അതാണ് യേശു നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ അപരന് വേണ്ടി ആയിരിക്കുക, ബലിയാവുക. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാതൃത്വം, പിതൃത്വം ഒക്കെ. അപ്പം അതുകൊണ്ട് ഒരു അമ്മയാവുക എന്നൊക്കെ പറയുന്ന അർത്ഥം എന്താ? യേശു ക്രിസ്തുവിൻ്റെ ബലിയാണത്. 9 മാസം ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ച് ജീവിതത്തിന് ബാക്കിയെല്ലാ താല്പര്യങ്ങളും മാറ്റിവെച്ച് ആ കുഞ്ഞിനെ രൂപപ്പെടുത്തി വേദനയോട് പ്രസവിച്ച് പാലൂട്ടി വളർത്തി അതിനെ ദൈവവിശ്വാസത്തിൽ കൊണ്ടുവരുന്നൊരു പ്രോസസ് ഉണ്ട്. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ജീസസ് ഹസ് ഡൺ ഓൺ ദ ക്രോസ്. ഇതാണ് ആത്മബലി. ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്ന വഴി നമ്മുടെ ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ, സുഖങ്ങൾ, സന്തോഷങ്ങൾ ഒരു ജീവന് വേണ്ടി, ഒരു ദൈവത്തിൻ്റെ മകന് വേണ്ടി, അവനിവിടെ ജീവൻ ഉണ്ടാകാൻ വേണ്ടി ഒരു സ്ത്രീ നഷ്ടപ്പെടുത്തുന്നിടത്താണ് നിന്റെ ജീവിതം സാഫല്യമാകുന്നത്. എന്നാൽ ആദ്യത്തെ സ്ത്രീയോട് പിശാച് പറഞ്ഞു, നീ പഴം കഴിക്കുന്നത് വഴി നീ എന്തൊക്കെയോ നേടുന്നവഴി നിന്റെ ജീവിതം സഫല്യമാകും. ഇല്ല. ഇന്നും ലോകം പറയാണ് നിശിഷ്ട പ്രപഞ്ചങ്ങൾ വാരിക്കൂട്ടുന്ന വഴി, സമ്പാദിക്കുന്ന വഴി, എന്തൊക്കെയോ നേടുന്നത് വഴിയാണ് നിന്റെ ജീവിതം ധന്യമാകുന്നത്. ഇല്ല. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് മൈക്കൽ ജാക്സൺ. 21-ാം നൂറ്റാണ്ടിൽ ലോകങ്ങളുടെ ഏറ്റവും ഫേമസ് ആയിട്ട് മനുഷ്യൻ മരിക്കുന്നതിന് തലേദിവസം പറയാണ് അവൻ എന്താ കുറവുള്ളത്? സമ്പത്ത്, ഫെയിം, അധികാരം, ആൾക്കാർ. മരിക്കുന്ന തലേരാത്രി അവൻ പറയാണ് ഐ ഫീൽ സോ ലോൺലി. ശൂന്യത, ശൂന്യത, ശൂന്യത. കാരണം ഈ ലോകത്തിലെ ഒരു വസ്തുക്കൾ കൊണ്ടും സമ്പത്തുകൊണ്ട് ഒന്നുകൊണ്ടും ഈ ശൂന്യത നിറയ്ക്കാൻ മനുഷ്യന് പറ്റില്ല. ഈ ശൂന്യത നിറയ്ക്കേണ്ടത് ദൈവത്താൽ മാത്രമാണ്. അതുകൊണ്ട് ഈ ലോകത്തിലെ എന്തെങ്കിലുമൊക്കെ വാരിക്കൂട്ടിന് പുറകെ ഓടിക്കുന്ന പെൺകുട്ടികളെ, മാതാപിതാക്കളെ തിരിച്ചറിയുക, അതല്ല വഴി. അപ്പം അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിത ലക്ഷ്യം ലോകത്തിലെന്തെങ്കിലും സമ്പാദിക്കലല്ല, ലോകത്തിലെന്തെങ്കിലും ആർജിക്കലല്ല, നേടലല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം
അപരന് വേണ്ടി നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൻ്റെ പേരാണ് സ്നേഹം എന്ന് പറയുന്നത്. നമ്മൾ സ്നേഹമായി തീരാൻ വിളിക്കപ്പെട്ടവരാണ്. കാരണം ദൈവം സ്നേഹമാണ്. അതാണ് നീ കുരിശിൽ കാണുന്നത്. ഈ ലോകത്തിലെ ഏത് ദൈവത്തിന് ഈ സ്നേഹമാണ് തെളിയിക്കാൻ പറ്റും? കാരണം സ്നേഹത്തിന്റെ ഡെഫിനിഷനാണ് അപരന് വേണ്ടി ആയിത്തീരുക, അവന് വേണ്ടി ബലിയായിത്തീരുക, മരിക്കുക സ്നേഹത്തിന്റെ ഏറ്റവും പൂർണ്ണമായ ലക്ഷ്യമാണ്. ഇത് നമ്മൾ വരുന്ന ക്ലാസ്സിൽ മനസ്സിലാക്കുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് മക്കളെ, ഈ പറയുന്ന പോലെ ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ഭോഷനും വിഡ്ഢിയും പരിത്യക്തനും ബുദ്ധിയില്ലാത്തവനും ആയിത്തീരുക. ഇതാണ് ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറയും. ഇതാണ് സുവിശേഷം അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. അങ്ങനെ വരുമ്പോൾ സൃഷ്ട വസ്തുക്കൾ കൊണ്ട് തൻ്റെ അസ്തിത്വത്തിന്റെ ശൂന്യത നിറയ്ക്കാമെന്ന് മനുഷ്യൻ കരുതി ഇന്ന് ഓടിക്കൊണ്ടിരിക്കുക. മനുഷ്യൻ ഓടുന്നെല്ലാം ഇപ്പം തീരാൻ പോവാണ്. വലിയൊരു നാശത്തിലേക്ക് ലോകം കടക്കാൻ പോവാണ്. അതിങ്ങനെ ലോകത്തിൽ ഇടയ്ക്കിടയ്ക്ക് ദൈവം തരുന്നുണ്ട്. കാരണം ലോകം നശ്വരമാണ്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഹിസ്റ്ററിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ മനുഷ്യൻ എന്തൊക്കെയോ കെട്ടിപ്പൊക്കി വരും. മാബേൽ ഗോപുരം വരെ കെട്ടിപ്പൊക്കി അവിടെ എത്തുന്നത് എന്തോ ആകാൻ പോകുമ്പോഴത്തേക്ക് എന്ന് പറയുന്നത് തകരും. ഓക്കെ, ദാറ്റ് ഈസ് വൈ ദ തേർഡ് വേൾഡ് വാർ ഈസ് വെരി എസെൻഷ്യൽ. കാരണം ഇതിൻ്റെ ഒന്നും പുറകെ പോയിട്ട് ഇതല്ല ജീവിതം. ഒരിക്കൽ കൂടി സ്വർഗം മനസ്സിലാക്കിയത് വിഡ്ഢിത്തരമാണ്, ഇത് ബോഷത്തരമാണ്. അതുകൊണ്ട് ശൂന്യവൽക്കരിക്കുക. എന്താണ് ശൂന്യവൽക്കരണം? അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കണം. സ്നേഹിക്കണം. സ്നേഹമാകണമെങ്കിൽ ശൂന്യവൽക്കരിക്കപ്പെടണം. അതുകൊണ്ടൊരു ചിന്തയുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശൂന്യവൽക്കരിക്കുക എന്നത് സ്വയം നിഷേധമാണ് ചിലപ്പോൾ നമുക്ക് തോന്നും, അല്ലേ? പണിയെടുക്കാതെ നമ്മൾ ഈ ലോകത്തിലൊന്നും നേടാതെ അമ്മയാകുക, പ്രസവിക്കുക, ഇങ്ങനെ പ്രസവിച്ചുകൊണ്ട് പിള്ളേരെ വളർത്തിക്കൊണ്ടിരിക്കുക, വെറുതെ മണ്ടത്തരമായിട്ട് തോന്നും. അതാണ് ശൂന്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശൂന്യവൽക്കരണം നമുക്ക് ചിലപ്പോൾ തോന്നും സ്വയം നിഷേധമായിട്ട് തോന്നും. പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനെ തോന്നും. എന്നാൽ അത് സ്വയം നിഷേധമല്ല. ക്രിസ്തു നമുക്ക് കാണിച്ചു തരികയാണ്, സുവിശേഷം നമുക്ക് പറഞ്ഞു തരികയാണ്. അത് സ്വയം ത്യജിക്കലിലൂടെയുള്ള ആത്മസാക്ഷാത്കാരം. അങ്ങനെയാണ്. ദാറ്റ് ഈസ് വൈ യു ഗ്രോ ഇൻ ഗാഡ്, ദാറ്റ് യു ഗ്രോ ഇൻ സ്പിരിച്വൽ. അതിൻ്റെ ഫിസിക്കൽ മാൻ തകരുന്നത് വഴി, അല്ലേ? പ്രപഞ്ചത്തെ മുഴുവൻ സംവിധാനം അങ്ങനെയാണ്. ഭൗതിക മനുഷ്യൻ നശിക്കുന്നത് വഴിയാണ് ആത്മീയ മനുഷ്യൻ വളരുള്ളൂ. വെറുതെ നശിച്ചിട്ട് കാര്യമില്ല. അപരനു വേണ്ടി സ്നേഹത്തിൻ്റെ ബലിയായി തീരുമ്പോൾ നമ്മൾ ദൈവത്വത്തിൽ വളരും. ഓക്കെ, നമ്മളിതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കി, ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും സാരമില്ല. Let us follow it. This is the true gospel and this is what you need to become. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് സ്വർഗം നമ്മുടെ കൂടെയുണ്ട്, ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട. അവൻ്റെ വരവിനായി, അവനെ പ്രത്യക്ഷത്തിൽ വരുമ്പോൾ അവനെ പോലെ ആകെ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. God bless you.